Next problem is problem number 8. Determine the mmf per pole required for the air gap. From the following data of a 350 kW 440 volts 600 rpm 4-pole DC generator. Diameter of armature equal to 75 centimeters. Gross length of armature equal to 31 centimeter. Number of ventilating ducts equal to 5. Width of ventilating ducts equal to 0.9 centimeter. Number of slots equal to 72. The size of the slot is 1.1 centimeter by 4.8 centimeter. 1.1 centimeter and opening and and depth of 4.8. Air gap flux per pole is 78.4 milliweber. Cartwright's coefficient for slots equal to 0.68 for ratio. Slot opening by gap length equal to 2.45. Cartwright's coefficient for ducts 0.72 for duct width by gap length equal to 2. അപ്പോൾ ഈ റേഷ്യോ അങ്ങനെ തന്നെ ആയിരിക്കും, ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് the mmf per pole required for the from the following data. ഓക്കെ, അപ്പോൾ 800,000 kg/BG into LG ആണ് required for the air gap. It means mmf per pole required for the air gap from the following data. ഓക്കെ, 800,000 kg/BG into LG ആണ് അത് കണ്ടുപിടിക്കേണ്ട. അതിന് കോൺട്രാക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ലോട്ട് പിച്ച് പൈ ഡി ബൈ നമ്പർ ഓഫ് സ്ലോട്ട്സ്, പൈ ഡി സെൻറ്റിമീറ്ററിലാവുമ്പോഴത്തേക്ക് ബൈ 72, പൈ ഇൻറ്റു ഡി 75 centimeter, number of slots is 72. Y is equal to 3.27 centimeter. ഇതെന്തിനാണ്? വി ഹാവ് ഡബ്ല്യു ഡി ബൈ എൽ ജി കണ്ടുപിടിക്കുന്നതിന് എൽ ജി തന്നിട്ടില്ല, എയർ ഗ്യാപ്പ് ലെങ്ത് തന്നിട്ടില്ല. Air gap length is not given. So, we can make use of this data. WD by LG is 2 given. Width of the duct width by gap length 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡക്ട് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് ലെങ്ത് 2. അപ്പം ഡക്ട് വിഡ്ത്ത് ബൈ ഗ്യാപ്പ് ലെങ്ത് 2. വിഡ്ത്ത് ഓഫ് ഡക്ട് 0.9 സെൻറ്റിമീറ്റർ പറയുന്നുണ്ട്. വിഡ്ത്ത് ഓഫ് ഡക്ട് 0.9. അപ്പം എൽ ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡി ബൈ 2 ഇവിടുന്ന് കണ്ടുപിടിക്കാം. 0.45 സെൻറ്റിമീറ്റർ. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് YS by YS minus KCS into WS. ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. YS divided by YS minus KCS into WS. where KCS is the Cartwright's coefficient for slots. 0.68 എന്ന് പറയുന്നുണ്ട് for slots. Cartwright's coefficient for slots 0.68. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get KGS equal to 1.297. Gap contraction factor for ducts KGD is L by L minus KCD into ND into WD. L by L dash, L dash is the net iron length, അതിനാണ് ഇതെടുക്കുന്നത്. L minus KCD into NDWD is 31 divided by KCD Cartwright's coefficient for ducts അത് തന്നിട്ടുണ്ട് 0.72. Cartwright's coefficient for ducts is 0.72. is given as 0.72. അപ്പോൾ ഇവിടെ L by L minus KCD into ND into WD. നമ്പർ ഓഫ് ഡക്ട്സ് 5 ആണ്. ND ഈസ് ദ നമ്പർ ഓഫ് ഡക്ട്സ്. ND എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡക്ട്സ് ആണ് 5. സോ KGD ഈക്വൽ ടു 1.117. അപ്പോൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് ആൻഡ് ഡക്ട്സ് അല്ലെങ്കിൽ ഓവറാൾ ഗ്യാപ്പ് കോൺട്രാക്ഷൻ ഫാക്ടർ ഫോർ സ്ലോട്ട്സ് ആൻഡ് ഡക്ട്സ് KG ഈക്വൽ ടു KGS ഇൻറ്റു KGD 1.449 എന്ന് കിട്ടും. ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പോൾ ഇതാണല്ലോ ബി ജി സമം 5 ഡിവൈഡഡ് ബൈ ദ ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ പോൾ ആർക്ക് ബൈ ലെങ്ത്.
അപ്പോൾ പോളാർക്ക് എങ്ങനെ കിട്ടും? പോളാർക്ക് തന്നിട്ടില്ല ഇവിടെ. പോളാർക്ക് ഇസ് നോട്ട് ഗിവൺ. അപ്പോൾ നമ്മളിവിടെ ഈ അസംഷൻ നടത്തും. അസ്യൂമിങ് പോളാർക്ക് ബൈ പോൾ പിച്ച് ഈക്വൽ ടു 0.65. ഇതിൻ്റെ റേഷ്യോ ഒരു 0.65, 0.6 to 0.7 വരെയാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇത് അസ്യൂം ചെയ്യാം. പോളാർക്ക് ബൈ പോൾ പിച്ച് റേഷ്യോ ഒരു 0.65 0.6 ഒക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ പോളാർക്ക് ബൈ പോൾ പിച്ച് ഈസ് 0.65. അതിൽ നമുക്ക് പോളാർക്ക് കണ്ടുപിടിക്കാം. പോളാർക്ക് ഈക്വൽ ടു 0.65 ഇൻറ്റു πd/p. അത് പോൾ പിച്ച് ഇൻറ്റു പോൾ പിച്ച് എന്ന് പറയുന്നത് πd/p. അപ്പോൾ അവിടുന്ന് 0.3829 മീറ്റർ പോളാർക്ക് സമം 3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ബി ജി വി ഗെറ്റ് ആസ് 0.66 Wb/m². അപ്പം യൂസിങ് ബി ജി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആംബിയർ ടേൺസ് ഓഫ് ദ ഗ്യാപ്പ്. ആംബിയർ ടേൺസ് പെർ പോൾ റിക്വയർഡ് ഫോർ ദ ഗ്യാപ്പ് ഈസ് 800,000 ഇൻറ്റു kg ഇൻറ്റു bg ഇൻറ്റു lg. അപ്പോൾ അത് 34,428 ആംബിയർ ടേൺസ് എന്ന് വരും. ഇനി വേറൊരു സംഗതി, റിയൽ ആൻഡ് അപ്പാരൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റീസ്. എന്താണ് റിയൽ ആൻഡ് അപ്പാരൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റീസ്? നമ്മളത് ഒരു സർഫസ്, ഒന്ന് സ്റ്റേറ്റർ, മറ്റതൊന്ന് സ്ലോട്ടഡ് സർഫസ്. ഒരു സർഫസ് സ്ലോട്ടഡ്, ഇത് പോൾ സർഫസ് ആണെങ്കിൽ പോളിൽ നിന്ന് ഫ്ലക്സ് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 സർഫസും സ്ലോട്ടഡ് ആകാം, സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ ഒരു സർഫസ് ആയിരിക്കും സ്ലോട്ടഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കുന്നു. ദിസ് ഇസ് ദ എയർ ഗ്യാപ്പ്, ആൻഡ് ദ എയർ ഗ്യാപ്പ് ലെങ്ത് ഇസ് ഷോൺ ആസ് LG. ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ നമ്മൾ എടുക്കുന്നു. വി ആർ കൺസിഡറിങ് ഓൺ സ്ലോട്ട് പിച്ച് പോർഷൻ. ദറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് വൺ സ്ലോട്ട് ടു ദ സെൻട്രൽ ലൈൻ ഓഫ് ദ നെക്സ്റ്റ് സ്ലോട്ട്. അതാണല്ലോ ഒരു സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നത്, YS. അപ്പോൾ ഈ YSൽ നമ്മൾ പിന്നെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ടൂത്ത് പോർഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലക്സ് ഇങ്ങനെ കാണും, ഫ്ലക്സ് ഇങ്ങനെ വന്നു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സ്ലോട്ട് പോർഷനിൽ യഥാർത്ഥത്തിൽ ഫ്രിഞ്ചിങ്ങിൻ്റെ കുറച്ച് ഫ്ലക്സ് സ്ലോട്ട് പോർഷനിൽ, പക്ഷേ ഇവിടുത്തെ ഡെൻസിറ്റി കുറവായിരിക്കും, കുറച്ച് ഫ്ലക്സ് ലൈൻസ് ഇവിടെ ടൂത്ത് പോർഷനിൽ റിലക്റ്റൻസ് കുറവായതുകൊണ്ട് ഇവിടെ റിലക്റ്റൻസ് കൂടുതൽ, ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഫ്ലക്സേ വരുള്ളൂ. ഇവിടെയാണെങ്കിൽ നല്ല ചെറിയ എയർ ഗ്യാപ്പ് ആയതുകൊണ്ട് നോക്കണം, ഗ്യാപ്പ് ലെങ്ത് കുറവായതുകൊണ്ട് ഇവിടെ ആയിരിക്കും കൺസിഡറബിൾ ഫ്ലക്സ്, മച്ച് ഓഫ് ദ ഫ്ലക്സ്. അത് നല്ല ക്രൗഡഡ് ആയിട്ട് അങ്ങനെയാണ് ആക്ച്വൽ ഫാക്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ചിരിക്കുക, ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. റിയൽ ആൻഡ് അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറഞ്ഞ 2 ടേമുണ്ട്. റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി, അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി. എന്താണ് അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി, എന്താണ് റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി? The portion under a slot which consists of tooth portion and the slot portion. Tooth portion ഉണ്ട്, slot portion ഉണ്ട്. ഇത് tooth portion, ഇത് slot portion. ഓക്കെ, സംഭവിച്ചു. The slot portion provides an alternative path for the flux to pass, but the majority of the flux flows through the iron path. അപ്പം majority of the flux follows the iron path. അപ്പോൾ 2 പാത്തുണ്ട്, ഒന്ന് ഈ എയർ പോർഷൻ ഉണ്ട്, മറ്റത് ഈ അയൺ പോർഷൻ ഉണ്ട്. ഇതാണ് അയൺ പോർഷൻ. അപ്പം മെജോറിറ്റി ഓഫ് ദ ഫ്ലക്സ്, ഭൂരിഭാഗം ഫ്ലക്സും ഈ അയൺ പോർഷനിൽ കൂടെ പോകും. എയർ പോർഷനിലൂടെ കുറച്ച് ഫ്ലക്സേ പോകുള്ളൂ, കാരണം കൂടുതൽ റിലക്റ്റൻസ് ആയത്. മെജോറിറ്റി ഓഫ് ദ ഫ്ലക്സ് ഫോളോസ് ദി അയൺ പാത്ത് ത്രൂ ടീത്തിൽ കൂടെ. സിൻസ് ദ റിലക്റ്റൻസ് ഈസ് മച്ച് ലെസ്, അവിടുത്തെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ വളരെ കുറവായതുകൊണ്ട് മച്ച് ലെസ്. If the flux density in the teeth is high, ഈ ടീത്തിലെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ഇത് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ ടീത്ത് ഈസ് reluctance is much less. If the flux density in the teeth is high, the permeability will be low. ഇവിടുത്തെ ഈ ടൂത്ത് പോർഷനിലെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം BH കർവ്. ഇതാണ് നമ്മുടെ BH കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കർവ്, BH കർവ്. ഈ B കൂടുതലാണെന്നുണ്ടെങ്കിൽ വെൻ ദ B വാല്യൂ, ഫ്ലക്സ് ഡെൻസിറ്റി വാല്യൂ ഇസ് ഹൈ, സാച്ചുറേഷൻ ആകും. ഈ പോർഷനാണ് സാച്ചുറേഷൻ. ഈ ബെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ സാച്ചുറേഷനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് സാച്ചുറേഷൻ വന്ന്
വന്നാൽ ഇവിടുത്തെ പെർമിയബിലിറ്റി എന്താണ്? ഇവിടുത്തെയും പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? B/H റേഷ്യോ ആണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. μ ഈസ് ഈക്വൽ ടു B/H. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് ഇവിടെ നോക്കിയാൽ മതി. അതാണ് പെർമിയബിലിറ്റി. യു ടേക്ക് ദ സ്ലോപ്പ്. ഏത് പോയിൻറ്റിലെയും പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ടേക്ക് tan θ അറൗണ്ട് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ കൂടുതലാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇൻ ദി സാച്ചുറേഷൻ റീജിയൻ ദ പെർമിയബിലിറ്റി ഇവിടുത്തെ കുറവാണ്. ഇവിടുത്തെ സ്ലോപ്പ് വളരെ കുറവാണ്. അപ്പോൾ പെർമിയബിലിറ്റി വളരെ കുറവാണ്. അപ്പം ഈ റിലക്റ്റൻസ് പോർഷനിൽ ദ പെർമിയബിലിറ്റി സിൻസ് ദ പെർമിയബിലിറ്റി വളരെ കുറവാണ്. ഇഫ് ദി ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ ടീത്ത് ഈസ് ഹൈ, ദ പെർമിയബിലിറ്റി വിൽ ബി ലോ. ഇവിടുത്തെ പെർമിയബിലിറ്റി കുറവായിരിക്കും. വിൽ ബി ലോ. ദെൻ ദ റിലക്റ്റൻസ് ഓഫ് ദ ടീത്ത്, അപ്പോൾ ഈ ടീത്ത് പോർഷനിലെ കാര്യമാണ് പറയുന്നത്. ദെൻ ദ റിലക്റ്റൻസ് ഓഫ് ദ ടീത്ത് പോർഷൻ, ഈ ടീത്ത് പോർഷനിലെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? S ഈക്വൽ ടു L/A mu ആണ്. L/A mu. റിലക്റ്റൻസ് S ഈസ് L/length divided by A mu, ഏരിയ ക്രോസ് സെക്ഷൻ ബൈ mu. അപ്പോൾ പെർമിയബിലിറ്റി ഇവിടെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? റിലക്റ്റൻസ് കൂടും. പെർമിയബിലിറ്റി കുറയുമ്പോൾ റിലക്റ്റൻസ് കൂടും. അപ്പോൾ ഇത് നമ്മൾ ടീത്തിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ടൂത്ത് പോർഷനിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി വരുമ്പോൾ സാച്ചുറേഷൻ വരും. സാച്ചുറേഷൻ വരുമ്പോൾ ബിക്കോസ് ഓഫ് സാച്ചുറേഷൻ ദ പെർമിയബിലിറ്റി വിൽ ബി ലെസ്. പെർമിയബിലിറ്റി കുറവാകുമ്പോൾ അപ്പോൾ റിലക്റ്റൻസ്, ഈ പെർമിയബിലിറ്റി താഴെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് റിലക്റ്റൻസ് കൂടും. റിലക്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ രണ്ട് പോർഷനുണ്ട്. ഇവിടെ ഈ ഫ്ലക്സിന് ഇതുവഴിയും പോകാം, എയർ ഗ്യാപ്പ് വഴിയും പോകാം, ഫ്ലക്സിന് ഇതുവഴിയും പോകാം. അപ്പോൾ ഇവിടെ സാച്ചുറേഷൻ ആയിരിക്കുമ്പോൾ, ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇവിടുത്തെ റിലക്റ്റൻസ് കൂടും. ഈ പാത്തിൽ റിലക്റ്റൻസ് കൂടും. ഇവിടെയും റിലക്റ്റൻസ് കൂടുതല. അപ്പോൾ രണ്ട് ഹൈ റിലക്റ്റൻസ് പോർഷൻ ഉണ്ട്. അപ്പം താരതമ്യേന അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷന് മാറ്റം വരും. അപ്പോൾ മാറ്റം വരും. ഇവിടെ കൂടെ കാര്യമായ ഫ്ലക്സ് അപ്പം പോകും. കാര്യമായ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്രയും പോകില്ല. പക്ഷേ എന്താണോ പോകേണ്ടിയിരുന്നത് അതിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ഫ്ലക്സ് പോകും. അപ്പം ആ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഈ ടൂത്ത് പോർഷനിലെയും ഈ ഗ്യാപ്പ് പോർഷനിലെയും ഈ ഭാഗത്തെയും ഫ്ലക്സിന് മാറ്റം വരും. അപ്പോൾ ഇവിടുത്തെ റിലക്റ്റൻസും ഈ പാത്തിലെ റിലക്റ്റൻസും ഈ പാത്തിലെ റിലക്റ്റൻസ് തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന വലിയ അന്തരം കുറഞ്ഞ് ചെറിയ അന്തരമായിട്ട് മാറും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് there are two paths, alternate paths, two parallel paths for the flux to flow, for the flux to take its path. One path is this. അപ്പം ഇതിൻ്റെ റിലക്റ്റൻസ്, ഈ പാത്തിൻ്റെ റിലക്റ്റൻസ് കൂടുമ്പോൾ ഇതിനോട് ഏകദേശം കമ്പാരബിൾ ആയിട്ടുള്ള ഏകദേശം ഇതിനോട് അടുത്ത് വരുമ്പോൾ ഇതിലേക്കൂടെ കുറച്ച് ഫ്ലക്സ് പോകും. അതാണ് ഈ പറയുന്നത്. അപ്പം സിൻസ് ദ റിലക്റ്റൻസ് ഈസ് മച്ച് ലെസ്, ഇഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ ടീത്ത് ഈസ് ഹൈ, the permeability will be low, and then the reluctance of the teeth becomes comparable to that of the slot portion. The MMF acting across the teeth, is large, and as the slots are in parallel, with the teeth, the considerable flux passes through the slot portion also. For slot portion kuda karyamaya flux povunu. This means that the real flux passing through the teeth is always less than the total or apparent flux. This means that the real flux passing through the teeth is always less than the total or apparent flux. Hence, the real flux density in the teeth is always less than the apparent flux density. അപ്പോൾ ഇത് നമുക്ക് apparent flux density എന്ന് പറഞ്ഞാൽ be apparent is total flux in a slot pitch divided by the tooth area. Total flux in a slot pitch divided by the tooth area. അതാണ് apparent flux density. Real flux density എന്ന് പറഞ്ഞാൽ actual flux in a teeth divided by tooth area. റിയൽ ഇതിൽ കൂടെ യഥാർത്ഥത്തിൽ പോകുന്ന ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഈ ടൂത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ when you take the whole length, ഈ ലെങ്ത് എടുക്കുമ്പോൾ അപ്പോൾ ഇതിനകത്തൂടെ യഥാർത്ഥത്തിൽ പോകുന്ന ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൂത്തിൻ്റെ ഏരിയ. അപ്പാരൻ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ഇൻ എ സ്ലോട്ട് പിച്ച്, ഒരു സ്ലോട്ട് പിച്ചിൽ കൂടെ മൊത്തത്തിൽ പോകുന്ന ഫ്ലക്സ്
ഡിവൈഡഡ് ബൈ ദ ടൂത്ത് ഏരിയ. അപ്പോൾ ഇവിടെ ഈ ഫ്ലക്സ് ഡെൻസിറ്റി ഈ ഒരു പ്രശ്നം വന്നില്ലായിരുന്നു, സാച്ചുറേഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ പോകുന്ന ഫ്ലക്സ് കൂടെ ഇപ്പുറത്തൂടെ പോകേണ്ടതായിരുന്നു, ഇപ്പുറത്തൂടെ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സംഗതി. അപ്പോൾ അങ്ങനെ പോകുമായിരുന്ന ഫ്ലക്സ് എന്ന് പറയുന്നതാണ് ടോട്ടൽ ഫ്ലക്സ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ഈ ഇവിടെ സാച്ചുറേഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദ എൻ്റെ ഫ്ലക്സ് വുഡ് ഹാവ് ടേക്കൺ ദിസ് പാത്ത് ഓൺലി. അങ്ങനെയാകുമ്പോൾ അതാണ് അപ്പാരൻ്റ് ഓർ ദ ടോട്ടൽ ഫ്ലക്സ്, ബി അപ്പാരൻ്റ്, ടോട്ടൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓർ ബി അപ്പാരൻ്റ്. ദാറ്റ് ഈസ് അത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഫ്ലക്സ് ഇൻ എ സ്ലോട്ട് പിച്ച്, ഒരു സ്ലോട്ട് പിച്ചിൽ ഉള്ള ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ദ ടൂത്ത് ഏരിയ തന്നെ രണ്ടിടത്തും ഡിനോമിനേറ്റർ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? To get a mathematical relation between the two. അപ്പോൾ അതിനാണ് നമ്മൾ ഈ phi s is the flux over one slot pitch. phi s എന്ന് പറയുന്നത് ഒരു സ്ലോട്ട് പിച്ചിലെ ഫ്ലക്സ്. അത് ആക്ച്വലി phi s is equal to phi I plus phi A. phi I plus phi A. phi A എന്ന് പറയുന്ന ഫ്ലക്സ് ത്രൂ ദ അയൺ പോർഷൻ ആൻഡ് phi A എന്ന് പറയുന്ന ഫ്ലക്സ് ത്രൂ ദി എയർ പോർഷൻ. phi Aയും phi Aയും, where phi A is the flux through the iron portion and phi A the flux through air. അപ്പം now B apparent is total flux over a slot pitch. Total flux over a slot pitch divided by tooth area, iron area എന്ന് നമ്മൾ വിളിക്കും. ടോട്ടൽ ഫ്ലക്സ് ഓവർ ഒരു അപ്പാരൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ ആണല്ലോ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം ടോട്ടൽ ഫ്ലക്സ് ഓവർ എ സ്ലോട്ട് പിച്ച്, ഒരു സ്ലോട്ട് പിച്ചിലുള്ള മൊത്തം ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൂത്ത് ഏരിയ. അപ്പം phi s ബൈ എ ആയി. ആ phi s എന്ന് പറഞ്ഞാലോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ phi s ഇസ് ദ ടോട്ടൽ ഫ്ലക്സ്. അത് phi I പ്ലസ് phi A ആണ്. phi I പ്ലസ് phi A ഡിവൈഡ് ബൈ എ ആയി. അപ്പോൾ നമ്മൾ ഇതിനെ പിന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു ഈ ഫ്രാക്ഷനെ. phi I ബൈ എ ആയി പ്ലസ് phi A ബൈ എ ആയി. phi I ബൈ എ ആയി പ്ലസ് phi A ബൈ എ ആയി. അപ്പോൾ phi I ബൈ എ ആയി പ്ലസ് phi A ബൈ എ ആയി നമ്മളൊന്ന് ഈ രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഈ വി ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ ബൈ എയർ ഏരിയ. എ എന്ന് പറഞ്ഞാൽ അയൺ ഏരിയ. എ ഈസ് ദ അയൺ ഏരിയ, ടൂത്തിൻ്റെ ഏരിയ മാത്രം. അപ്പം എ എന്ന് പറഞ്ഞാൽ എയർ പോർഷനിൽ, എയറിലൂടെ ഫ്ലക്സ് പോകുന്നുണ്ട്, ആ പോർഷനിൽ ഏരിയ കൺസിഡർ ചെയ്യുന്നതാണ് എയർ ഏരിയ. അപ്പം എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന എ ഇവിടെ എടുക്കുന്നു, phi A ബൈ എ ഇൻറ്റു എ ബൈ എ. അപ്പം ദാറ്റ് ഈസ് ബി അപ്പാരൻറ്റ് ഈസ് ഈക്വൽ ടു phi A ബൈ എ ആയി. phi A ബൈ എ എന്താ? ഈ ടൂത്ത് പോർഷനിലുള്ള ഫ്ലക്സ്, ടൂത്ത് പോർഷനിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ത്രൂ ദി അയൺ പോർഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ദ അയൺ പോർഷൻ, അത് ബി റിയൽ എന്ന് പറയും. ദാറ്റ് ഈസ് ദ റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ബി അപ്പാരൻറ്റ് ഈസ് ഈക്വൽ ടു ദ റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി പ്ലസ് phi A ബൈ എ എന്ന് പറയുന്നത് അതേപോലെ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയറിൽ കൂടെ പോകുന്ന ഫ്ലക്സിൻ്റെ ഡെൻസിറ്റി. എ എന്ന് പറഞ്ഞാൽ എയർ പോർഷനിലെ ഏരിയ. എയർ പോർഷനിൽ കൂടെ ഫ്ലക്സ് പോകുന്നുണ്ട്, ആ ഏത് പോർഷനിലൂടെ കൂടെയാണോ ഫ്ലക്സ് പോകുന്നത് ആ പോർഷനിലെ ഏരിയ എ. അപ്പോൾ അതെന്താണ്? ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ലോട്ട് പിച്ച്. എസ് എന്ന് പറയുന്ന ഏരിയ പെർ സ്ലോട്ട് പിച്ച്, ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ലോട്ട് പിച്ച് മൈനസ് അയൺ ഏരിയ. അപ്പോൾ എസ് മൈനസ് എ ആയി ഡിവൈഡഡ് ബൈ എ അതാണല്ലോ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബി റിയൽ പ്ലസ് ബി എ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ എയർ പോർഷൻ ഇൻറ്റു, വീണ്ടും നമുക്കിത് ഇങ്ങനെ ചെയ്യാം, ഡിവൈഡിങ് ബൈ എ ആയി, രണ്ട് ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാം. എസ് ബൈ എ ആയി മൈനസ് എ ബൈ എ ആയി ഈക്വൽ ടു 1. അപ്പം അത് നമുക്ക് ബി അപ്പാരൻറ്റ് ഈക്വൽ ടു ബി റിയൽ പ്ലസ് ബി എ ഇൻറ്റു ദിസ് റേഷ്യോ ബി ടേക്കൺ as KS minus 1. So that becomes KS minus 1. AS by AI is put as KS. അപ്പോൾ phi s by AI is the real flux density. A is AS minus AI എഴുതിയിരിക്കുന്നത്. And what is AS? AS is area of the slot portion, മൊത്തം സ്ലോട്ട് പോർഷൻ്റെ ഏരിയ. അതെന്ന് പറഞ്ഞാൽ YS ഇൻറ്റു ലെങ്ത്, സ്ലോട്ട് പിച്ച് ഇൻറ്റു ലെങ്ത് ഓഫ് ദ കോർ. നേരത്തെ കണ്ടതാണ് YS ഇൻറ്റു ലെങ്ത്.
അതേപോലെ എ എന്ന് പറയുന്നത് അയൺ പോർഷൻ്റെ വിഡ്ത്ത് ഓഫ് ദ ടൂത്ത് പോർഷൻ അതിൻ്റെ വിഡ്ത്ത് WT ഇൻറ്റു LI. അപ്പോൾ ആക്ച്വലി AS by AI എന്ന് പറഞ്ഞാൽ റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ AS by AI ഈസ് YS into L. YS is the slot pitch. YS into L divided by WT, width of the tooth, into net iron length. ഈ എല്ലും LI വ്യത്യാസമാണ്. ഇത് അയൺ പോർഷൻ്റെ മാത്രം ലെങ്താണ് I. നമുക്ക് വെൻറ്റിലേറ്റിംഗ് ഡക്സ് ഉണ്ട്, പിന്നെ സ്റ്റാക്കിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അയൺ ലെങ്ത് കുറവാണ്. മൊത്തം ലെങ്തിൽ കുറേ വെൻറ്റിലേറ്റിംഗ് ഡക്സ്, പിന്നെ വെൻറ്റിലേഷൻ്റെ ഇൻസുലേഷൻ്റെ പോകും. ബാക്കിയുള്ളതാണ് LI. ഈ റേഷ്യോ AS by AI ഈസ് ടേക്കൺ ആസ് KS എന്നിട്ടു. KS -1 അങ്ങനെയാണ് വരുന്നത്. ബട്ട് BA ഈസ് B/H. എയർ പോർഷനിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വാട്ട് ഈസ് B ഈസ് ഈക്വൽ ടു μH എന്ന് പറഞ്ഞ റിലേഷനുണ്ട്, μ ഇൻറ്റു H. ആക്ച്വലി μ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് μ0 ഇൻറ്റു μR. എയർ പോർഷൻ എടുക്കുമ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി μR യൂണിറ്റിയാണ്. അപ്പോൾ ദാറ്റ് റെഡ്യൂസസ് ടു സിംപ്ലി μ0 ഇൻറ്റു H. μ ഫോർ എയർ പോർഷൻ ഈസ് μ0 only. So BA equal to μ0 into H, where H is the ampere turns per meter corresponding to the real flux density B real, since the slot and tooth form a parallel magnetic circuit. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ B apparent equal to B real plus μ0 H into KS -1. ഇത് ഓർത്തിരിക്കണം. B apparent equal to B real plus μ0 H into KS -1. So apparent flux density, the relation between apparent flux density and real flux density. അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടി വരും. റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ടൂത്ത് പോർഷനുള്ള ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൂത്ത് പോർഷൻ്റെ ഏരിയ, അതാണ് B റിയൽ. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ കൂട്ടണം. അപ്പോൾ വെൻ യു ടേക്ക് പ്രോബ്ലംസ് ഓൺ ദിസ് ഇറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, അപ്പം ഇത് ഓർത്തിരിക്കണമെന്ന് പലപ്പോഴും ഇത് ഡെറിവ് ചെയ്യാൻ ചോദിച്ചുള്ളതാണ്. ദ റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി. അത് ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് അപ്പാരൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഡെറിവേഷൻ എല്ലാം എഴുതണ്ട. ആദ്യം അത് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം it can be proved that the apparent flux density equals real flux density plus μ0 into H. And what is H you have to say.